തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്താ മോളെ, എന്താ കിട്ടിയില്ലേ? കിട്ടി. പെട്രോൾ അല്ല, പിന്നെ അതിലും വലിയൊരു കാര്യ. എന്താന്ന് പറ മോളെ. പ്രേമിച്ചി. പ്രേമിയോ? സിദ്ധുവിന്റെ ചേച്ചിയോ? നിരഞ്ജൻ ഡോക്ടറിന്റെ ക്ലിനിക്കിലുണ്ട്. അയ്യോ, അതങ്ങനെ അവിടെ വന്നു? അതൊന്നും എനിക്കറിയില്ല അച്ഛാ. ഇതെന്തോ ദൈവമായിട്ട് കാണിച്ചെന്ന പോലെ. അച്ഛനൊന്ന് എന്റെ കൂടെ വാ, നമുക്ക് വേഗം ചേച്ചി രക്ഷിക്കാം. അല്ല, സിദ്ധുവിനെ വിളിച്ച് പറഞ്ഞാലോ വിവരം? ആദ്യം നമുക്ക് പ്രേമിയെ ചെയ്താൽ ആശുപത്രിയിൽ എത്തിക്കാം അച്ഛാ. ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ചേച്ചി ഇവിടെ വരേണ്ട ആവശ്യം എന്താ? അതും ഈ ഒരു അവസ്ഥയില്. വീട്ടിൽ നിന്ന് സിദ്ധു ഇവിടെ എത്താൻ ഒരുപാട് സമയമാവും. ആ നേരം കൊണ്ട് നമുക്ക് ചേച്ചി ഇതിൽ ഹോസ്പിറ്റലിൽ എത്തിക്കാം അച്ഛാ. നമ്മളെങ്ങനെ കൊണ്ടുപോകും? വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ലല്ലോ. അതൊക്കെ നമുക്ക് നോക്കാം. ആദ്യം അച്ഛൻ വാ. ഹലോ. സാർ, ഒരു വിവരം തരാൻ വേണ്ടി വിളിച്ചതാ. നിങ്ങൾ അന്വേഷിക്കുന്ന പ്രേമയില്ലേ, അഡ്വക്കേറ്റ് സിദ്ധാർത്ഥന്റെ സഹോദരി, അവർ ഡോക്ടർ നിരഞ്ജന്റെ ക്ലിനിക്കിലുണ്ട്. ഡോക്ടർ നിരഞ്ജനാണ് പ്രേമയുടെ തിരോധാനത്തിന് പിന്നിൽ. ഇതാരായി വിളിക്കുന്നത്? ഞാൻ ആരാന്ന് അന്വേഷിക്കുന്നതിന് പകരം വേഗം അവരെ പോയി രക്ഷപ്പെടുത്താൻ നോക്ക് പോലീസുകാരാ. മനസ്സിലാക്കിയിടത്തോളം പ്രേമ ഇപ്പൊ തീരെ അവശ്യ നിലയിലാ. വേഗം ചെന്ന് രക്ഷിച്ചില്ലെങ്കിൽ അവരുടെ ജീവൻ തന്നെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഹലോ ഹലോ, മോനെ, നീ ഇതെവിടെയാ? ഞാൻ ഇറങ്ങും അമ്മേ. പുതിയ വീടല്ലേ, അമ്മയ്ക്കെന്തോ ഒറ്റയ്ക്കിരിക്കാൻ ഒരു പേടി പോലെ. എന്തിനാ പേടിക്കുന്നത്? അവിടെ അമ്മയെ ശല്യം ചെയ്യാൻ ആരോ ഉള്ളത്? ആരുമില്ല, അതാ എന്റെ പേടി. ഞാൻ വേഗം അവിടെ എത്താമേ. ശരി മോനെ. അമ്മയ്ക്ക് കഴിക്കാൻ വലുതും വാങ്ങിക്കൊണ്ട് വരണോ? ഒന്നും വേണ്ട, അമ്മ ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ട്. നീ ഒന്ന് വേഗം ഇങ്ങ് വന്നാ മാത്രം മതി. ഇതായെത്തി അമ്മ. നിരഞ്ജൻ എങ്ങോട്ടാ പോയത്? അറിയില്ല. നീ ചോദിച്ചില്ലേ? ഇല്ല. അതോ എന്നോട് പറയാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പറയാത്തതാണ്? ഞാൻ എന്തിനാ ഡാഡിയോട് പറയാൻ മടിക്കുന്നേ? സ്വന്തം ഭർത്താവ് അസമയത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ എങ്ങോട്ട് പോകാന്ന് ഏതൊരു ഭാര്യയും ചോദിക്കില്ലേ? മറ്റുള്ളവരുടെ കാര്യമൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിക്കില്ല. എനിക്ക് അത്രയ്ക്ക് വിശ്വാസം എന്റെ ഭർത്താവിന്. എങ്കിൽ ഞാൻ പറയട്ടെ നിരഞ്ജൻ എങ്ങോട്ടാ പോയതെന്ന്. അയാളുടെ അമ്മയെ കാണാൻ പോയതാ. എന്തിന്? ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവർക്ക് പേടി തോന്നിക്കാണും. സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ പറ്റുന്ന ഏതെങ്കിലും സ്ത്രീ ഏർപ്പാടായി കൊടുക്കാൻ പറയാൻ നിരഞ്ജനോട്. അല്ലെങ്കിൽ ഇതൊരു തലവേദനയാവും. ഒരു മകന് എങ്ങനെയാ ഡാഡി അമ്മ ഒരു തലവേദനയാകുന്നത്?
എനിക്ക് ഡാഡി ഒരു തലവേദനയാണോ? അല്ലേ? ആണെന്നാണ് അനുഭവം കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഡാഡിയുടെ ഈ സംശയം ഉണ്ടല്ലോ, അതാണ് ഡാഡിയുടെ പ്രശ്നം. അദ്ദേഹം എവിടെ പോയാലും ഡാഡിക്ക് എന്താ? ഡാഡിയുടെ ചോദ്യം കേട്ടാ തോന്നുമല്ലോ അദ്ദേഹം സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന്. ചില കാര്യങ്ങൾ നിരഞ്ജൻ കുട്ടി തന്നെയാ. നിരഞ്ജന് കാര്യവിവരം പോരാ. ഡാഡിക്ക് ആ വിവരം ഉണ്ടല്ലോ, അത് മതി. എന്നോട് തർക്കിക്കാൻ വരുന്ന നേരത്തിന് ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് ചിന്തിക്കും. നിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഓരോന്ന് പറയുന്നത്. അത് എനിക്കും കൂടി തോന്നണ്ടേ ഡാഡി? ആവശ്യമില്ലാത്തൊരു ഇടപെടല് അല്ലെങ്കിൽ ഭരണം, അതായിട്ടാ ഡാഡിയുടെ ഇത്തരം കാര്യങ്ങൾ ഞാൻ കാണുന്നത്. ദയവ് ചെയ്ത് ഈ സ്വഭാവം ഒന്ന് മാറ്റ്, അല്ലെങ്കിൽ ഡാഡിയുടെ സ്വസ്ഥതയും പോവും, ഞങ്ങളുടെ സ്വസ്ഥതയും പോവും.